സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ പണ്ട് ഇന്ദിരാഗാന്ധിക്ക് നല്ല സ്വാതന്ത്ര്യ കാലത്ത് ഈ രാജ്യത്തെ ആദിവാസികളോട് പിന്നോക്കക്കാർ ഇവിടെ ആന്റണി മുഖ്യമന്ത്രി ഭൂമി ചോദിച്ച കയറിക്കിടക്കാൻ ഒരു കൂര വെക്കാൻ ആവശ്യമായ 2 സെന്റർ ചോദിച്ച പാവപ്പെട്ട ആദിവാസികളെ എത്ര ക്രൂരമായിട്ടാണ് വേട്ടയാടിയത് എന്ന് നമ്മൾ മറന്നിട്ടില്ല. സമീപകാലത്തിറങ്ങിയ ഒരു സിനിമയുണ്ടായിരുന്നു നരിവേട്ട എന്ന്. ആ സിനിമയിൽ അതിന് ചില ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. നമുക്ക് അവിശ്വസനീയമായി തോന്നും. പാവപ്പെട്ട ആദിവാസിയുടെ തലയടിച്ച് പൊട്ടിക്കുന്ന ആന്റണിയുടെ പോലീസ്, സമരം ചെയ്ത സ്ത്രീകളെ ക്രൂരമായി മർദ്ദിച്ച് ലോക്കപ്പിലിട്ട് ഭക്ഷണം കൊടുക്കാതെ ഉപദ്രവിച്ച, അങ്ങേയറ്റം അവശയാക്കിയിട്ട് വലിച്ചെറിഞ്ഞ എത്രയോ അനുഭവങ്ങൾ ചരിത്രത്തിലുണ്ട്. അതെല്ലാം ഈ കോൺഗ്രസ് നടത്തിയിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോ നല്ല പിള്ള ചമഞ്ഞിട്ട് ഞങ്ങൾ ആദിവാസികളുടെ കൂടെയാണ്, പിന്നോക്കക്കാരുടെ കൂടെയാണ്, ദളിതരുടെ കൂടെയാണ്, മുസ്ലിം ജനവിഭാഗത്തിന്റെ കൂടെയാണ് എന്ന് പറയുന്നു കോൺഗ്രസ്. അങ്ങനെ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ കർണാടക സന്ദർശിക്കാൻ തയ്യാറാവണം. കേരളത്തിൽ വി.ഡി. സതീശനും സംഘവും ധൈര്യമുണ്ടെങ്കിൽ കർണാടക സന്ദർശിച്ചിട്ട് ആ ഞങ്ങളുടെ നേതാക്കൾ അഭിമാനത്തോടുകൂടി ധൈര്യത്തോടുകൂടി അങ്ങോട്ട് കടന്നുപോയി. ഞങ്ങൾ ധൈര്യത്തോടുകൂടി കടന്നു പോകും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി CPIM എല്ലാ കാലത്തും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ കൂടെ നിന്നവരാണ്. എത്രയെത്ര അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഗുജറാത്തിൽ കലാപം നടന്ന ഘട്ടത്തിൽ ഇവിടുന്ന് മുസ്ലിം ലീഗിന്റെ ആളുകൾ പണം പിരിച്ചു, അല്ലേ? യൂത്ത് ലീഗ് മുസ്ലിം കൊടുക്കാതെ അടിച്ചു മാറ്റി പേരിന് 2 ആളുകളുടെ പേരിൽ നടപടിയെടുത്ത അനുഭവമെല്ലാം നമ്മൾ. എന്നാൽ സംഘപരിവാറിനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ പോർമുഖത്ത് എല്ലാ അർത്ഥത്തിലും ഡൽഹിയിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് അവിടെ BJP-ക്കാർ ബുൾഡോസറും കൊണ്ട് പാഞ്ഞെടുത്തത്. അർദ്ധരാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ഡൽഹിയിലെ ചേരികളിൽ ബുൾഡോസർ രാജുമായി മുന്നോട്ട് പോയി. ആ ബുൾഡോസർ രാജിന്റെ മുന്നിൽ ആ ഉയർത്തിപ്പിടിച്ച ബുൾഡോസറിന്റെ കൈ തടഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ CPIM-ന്റെ സമാരാധനായ നേതാവ് സഖാ വൃന്ദ കാരാട്ട് നിന്നു. പണ്ട് റേച്ചൽ കോറി എന്ന ധീരയായ ഒരു പെൺകുട്ടി ബുൾഡോസറിന്റെ മുന്നിൽ കയറി രക്തസാക്ഷിത്വം വരിച്ച ചരിത്രം ലോകത്തിന്റെ ചരിത്രത്തിൽ മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു ഓർമ്മയാണ്. ഇന്ത്യയിൽ റേച്ചൽ കോറിയെ പോലെ സഖാ വൃന്ദ കാരാട്ട് പോയിട്ട് നിന്നിട്ട് പറഞ്ഞു, ഇനി ഒരടി ഈ ബുൾഡോസർ മുന്നോട്ട് നീങ്ങണമെങ്കിൽ എന്റെ ശവശരീരത്തിൽ കൂടി മാത്രമേ നിങ്ങളുടെ ബുൾഡോസറിന്റെ ഈ വലിപ്പമുള്ള ടയറുകൾ മുന്നോട്ടെടുക്കാൻ വേണ്ടി കഴിയൂ എന്ന് പറഞ്ഞു. മാധ്യമങ്ങൾ അത് വാർത്തയാക്കി. ഭരണകൂടത്തിന് അല്പമെങ്കിലും പിന്നോട്ടേക്ക് പോവേണ്ടി വന്നു. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം CPIM ഒരു ചെറിയ പാർട്ടിയാണ്. പക്ഷെ വലിയ പാർട്ടി അവിടെയുണ്ട്. ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ്, UPA-യുടെ മുൻ അധ്യക്ഷ, പ്രതിപക്ഷ ഉപനേതാവ് എല്ലാം ഡൽഹിയിൽ അധിവസിക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. പക്ഷേ സോണിയാഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ മല്ലികാർജുൻ ഖാർഗെയോ AICC-യുടെ വക്താവായിട്ടുള്ള ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മറ്റേതെങ്കിലും നേതാക്കന്മാരോ ഡൽഹിയിൽ ഈ പാവപ്പെട്ട ജനതയ്ക്ക് മേരെ BJP RSS-ന്റെ ഈ JCB-കൾ പാഞ്ഞെടുത്ത് വരുമ്പോ, ഈ ബുൾഡോസറുകൾ പാഞ്ഞെടുത്ത് വരുമ്പോ ഒരാളാൻ അവിടെ ഉണ്ടായിട്ടില്ല. ഹരിയാനയിൽ നൂഹിൽ എത്ര പാവപ്പെട്ട ആളുകളെയാണ് ഈ ബുൾഡോസർ കയറ്റി ശരിയാക്കിക്കുന്നത്. അവിടെയും പോയി ഈ റഹീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം. മണിപ്പൂരിൽ പോയി റഹീമിന്റെ നേതൃത്വത്തിലുള്ള സംഘം. ഇടതുപക്ഷത്തിന്റെ MP-മാരും നേതാക്കളും മണിപ്പൂരിലും നൂഹിലും ഡൽഹിയിലും കർണാടകയും എല്ലാം പോയി. അവിടെയെല്ലാം പോകുമ്പോ
അവിടെയുള്ള ജനങ്ങളുടെ ഭാഷ, അവിടെ സങ്കടങ്ങൾ, ആ സങ്കടങ്ങൾ പറയുന്ന ഭാഷ അറിയുമോ അറിയില്ല എന്ന് നോക്കിയിട്ടല്ല പോവുക. കരച്ചിലിന് ഒരു ഭാഷയേ ഉള്ളൂ. അവിടെ ദൈന്യതയുള്ള കണ്ണുകൾക്ക് ഭാഷയുണ്ട്. ആ കട്ടപ്പാടും ദൈന്യതയും പട്ടിണിയും ഈ ദാരിദ്ര്യവും എല്ലാം തിരിച്ചറിയാൻ പ്രത്യേകിച്ച് ഒരു ഭാഷ ആവശ്യമില്ല. പക്ഷെ ഇവിടെ കുറച്ച് വലതുപക്ഷ മാധ്യമങ്ങൾക്ക്, കുറച്ച് വലതുപക്ഷ സൈബർ അടിമക്കൂട്ടങ്ങൾക്ക്, ജമാഅത്തെ ഇസ്ലാമിക്കും സംഘപരിവാറിനും അല്പമൊന്ന് പൊള്ളിയിട്ടുണ്ട്. കാരണം റഹീം സഖാവ് അവിടെ പോയപ്പോഴാണ് ഇത്രയേറെ ചിത്രങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. അതിന്റെ അസ്വസ്ഥത അവർ പല രൂപത്തിലും പ്രകടിപ്പിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ എത്രമാത്രം കരഞ്ഞാലും, സോഷ്യൽ മീഡിയയിൽ കൂടി എത്രമാത്രം ഹേറ്റ് ക്യാമ്പയിൻ നടത്തിയാലും, ജനങ്ങളുടെ അവകാശങ്ങൾക്കുള്ള പോരാട്ടങ്ങളിൽ നിന്ന് ഞങ്ങൾ ഒരു ഇഞ്ച് പിന്നോട്ട് മാറുന്ന പ്രശ്നമില്ല.